പെങ്ങളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി അനന്തമാഷു അത് സമ്മതിച്ചതാണ്. അയാള് ചിലപ്പോ 5 എണ്ണത്തിനെയും രഘുവിന്റെ തൊഴുത്തിൽ ഒരുമിച്ച് കൊണ്ടുപോയി കെട്ടാനും മടിക്കില്ല. നിർത്തു സുശീലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ നിന്റെ നാവ് പുഴുത്തു പോവും. മറക്കണ്ട. 25 ലക്ഷം കിട്ടിയ അനു ചിലപ്പോ അത് രഘുവിന് തന്നെ കൊടുത്തേക്കും. പക്ഷെ അവളിപ്പോ എഗ്രിമെന്റിൽ മാറ്റം വരുത്താൻ പറഞ്ഞതേ അതിനു വേണ്ടിയൊന്നും അല്ല. അതിന് കാരണം നീയും നിന്റെ മോനും തന്നെയാ. ഞാനും എന്റെ മോനും അവളെ എന്ത് ചെയ്തിട്ടാ ബാനുമേ? മാസം 25,000 രൂപ അവൾക്ക് കൊടുക്കണമെന്ന് ദാസാർ എഗ്രിമെന്റ് വെച്ചപ്പോ ഞാനത് സമ്മതിച്ചതേ അവളുടെ മകനെ ഓർത്താ, വിച്ചുമോനെ. എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞ് എന്റെ ഇന്ദ്രന്റെ ചോരയല്ലേ എന്ന് വിചാരിച്ചു. ആ ചിന്ത പോലെ അവൾക്കില്ലാതെ പോയതിനെ ഞങ്ങളെ പഴിച്ചിട്ട് എന്ത് കാര്യമോ ബാനുമേ? അത് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പുതിയ പ്ലാനുകൾ ഉള്ളത് കൊണ്ട് തന്നെയാ. അതെ സുശീലേ, നീയും നിന്റെ മകനും ഇപ്പോഴും ഹർഷയുടെ പിടിയിൽ തന്നെയാണെന്ന് അനുപമയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവള് പുതിയ പ്ലാനിലേക്ക് മാറും. ഇനി അങ്ങോട്ടേ ഹർഷയുടെയും കുഞ്ഞിന്റെയും ചുമതല നീയും ഇന്ദ്രനും ഏറ്റെടുത്താൽ മാസം 25,000 രൂപ എങ്ങനെ ഇന്ദ്രന് അനുപമയ്ക്ക് കൊടുക്കും? ഇനി അവൻ കൊടുത്താലും വേറൊരുത്തിക്ക് ചിലവിന് കൊടുക്കുന്ന സഹായം തനിക്ക് വേണ്ടെന്ന് അനുപമ തീരുമാനിച്ചു കാണും. അങ്ങനെയാ അഭിമാനമുള്ള പെൺകുട്ടികൾ. ബാനുമേ, ഇപ്പൊ ഈ അമ്പലമുറ്റത്ത് വെച്ച് അപവാദം പറയുന്നത് നിങ്ങളാ. ഒരു ഭാഗം തളർന്നു പോയൊരു പെണ്ണിനെ സഹായിച്ചതിന്റെ പേരില്ല നിങ്ങൾ ഇങ്ങനെ നട്ടാ മുളയ്ക്കാത്ത നുണ പറയുന്നതെന്ന് ഓർക്കണം. നുണയോ? നീയും ഇന്ദ്രന് ഹോസ്പിറ്റലിൽ ഊണും ഉറക്കമില്ലാതെ കാവൽ കിടക്കുകയായിരുന്നില്ലേ സുശീലേ? ഹർഷ പ്രസവിച്ചപ്പോ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുഞ്ഞിനെ വാങ്ങിയതാരാ? ഹർഷയെ വാർഡിൽ കൊണ്ടുവന്നപ്പോഴും ഇന്ദ്രൻ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്നത് കണ്ടവരുണ്ട്. നിന്റെ കാര്യം പോട്ടെ, ഹർഷയോടും അവളുടെ കുഞ്ഞിനോടും ഇന്ദ്രൻ ഇത്ര അടുപ്പം കാട്ടുമ്പോ അനുപമയെ പോലെ ഒരു പെണ്ണിന് അതൊരിക്കലും സഹിക്കില്ല. മനസ്സിലായി ബാനുമേ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ കഥയൊക്കെ അനുപമയുടെ കാതിലെത്തിച്ച് ആരാണെന്നും മനസ്സിലായി. അതവിടെ ഇരിക്കട്ടെ. അല്ല, അനുപമ എന്തിനാ ഇപ്പോഴും ഇന്ദ്രന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് മനസ്സ് കൊടുക്കുന്നത്? അല്ല, അവന്റെ ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കല്ലേ അവള്? സത്യം പറഞ്ഞ മാസം 25,000 രൂപ വാങ്ങുന്നതിനോടൊപ്പം ഇന്ദ്രനുമായിട്ട് വീണ്ടും അടുക്കാമെന്ന് അവള് തീരുമാനിച്ചു കാണും. അത് നടക്കില്ലെന്ന് തോന്നിയപ്പോഴാവും ഇനി ഒരിടപാടും വേണ്ടെന്ന് അവൾ അങ്ങ് തീരുമാനിച്ചത്. വീണ്ടും ഇന്ദ്രനുമായി അടുക്കാമെന്ന ചിന്ത അനുപമയ്ക്കുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല സുശീലേ. പക്ഷേ ഞാനത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ആ കടയുടെ പേരിൽ അനുവിനും മോനും ഇന്ദ്രന്റെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുമ്പോ അവര് വീണ്ടും അടുക്കുമല്ലോ. എന്തായാലും ഇനി അത് നടക്കില്ലെന്ന് ഉറപ്പായി. നീ ചെല്ല്, നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുവാ.